ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലോ ഇപ്പോൾ, അല്ലേ? അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഈ ഒരു കറി തയ്യാറാക്കാൻ കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്കത് ഈ ഒരു ഒറ്റ കറി മതി കേട്ടോ നമുക്ക് ചോറുണ്ണാനായിട്ട്. വേറെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ സീസൺ കഴിയുന്നതിന് മുൻപ് മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 10-15ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുവപ്പ് തൊലി അതിൽ തന്നെ വച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണ്. ഇനി അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. അതിനുശേഷം ചക്കക്കുരു നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ചക്കക്കുരു മുങ്ങി നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരെ കയറ്റിയെടുക്കാമേ. നമ്മുടെ ചക്കക്കുരുവിൻ്റെ വേഗിൻ്റെ അനുസരിച്ച് വേണം കുക്കറിൻ്റെ വിസിൽ നമ്മൾ തീരുമാനിക്കാനായിട്ട് കേട്ടോ. എന്നാലും ഒരു 5 വിസിലാകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാ ചക്കക്കുരും നല്ലോണം വെന്തിട്ടുണ്ടാകും കേട്ടോ. 5 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാമേ. അപ്പോൾ അത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ സമയം കൂടെ നമുക്കത് എവിടെ നിന്നും മാങ്ങ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വലിയ മാങ്ങയാണ്, അതിലൊരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മാങ്ങയുടെ തൊലി ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൊലിയോടെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാമേ. അതിനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും പിന്നെ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 3 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമേ. ഇനി കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാമേ. ഇതേ സമയം തന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പച്ചമുളകോ 2 പച്ചമുളകോ നമ്മളെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പം ഞാൻ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാമേ. അവനെന്താ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും കുക്കറിലെ വിസിലെല്ലാം വന്ന് കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, ചക്കക്കുരു എല്ലാം നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. എല്ലാം ഒന്നും ഉടഞ്ഞു പോകണ്ട. നമുക്ക് കഴിക്കാൻ നേരത്തെ ചക്കക്കുരു നമുക്ക് കുറച്ചൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി നമുക്ക് കുറച്ച് ചക്കക്കുരു ഒന്ന് ഉടച്ചു കൊടുക്കാമേ. അപ്പോൾ തവി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മാങ്ങയുടെ തൊലി വേണമെങ്കിൽ കളഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകുമേ. അപ്പോൾ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയെല്ലാം അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഈ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ മാങ്ങയും വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാങ്ങയെല്ലാം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാങ്ങ എല്ലാം നല്ലോണം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാമേ. അരപ്പും കൂടെ ചേർത്തതിന് ശേഷം അരപ്പിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കലപ്പിലായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സമയം ഇതിലേക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു താളിപ്പും കൂടെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം കടുകും ഉലുവയും ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 5-6
ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കേട്ടോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് അരിഞ്ഞ് ഇട്ട് കൊടുക്കാമേ. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാമേ. ഇനി 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ, ഇത്രയും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഈ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ചക്കക്കുരുവിൻ്റെയും മാങ്ങയുടെയൊക്കെ സീസൺ കഴിയുന്നതിന് മുൻപ് തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഈ ഒരു ഒറ്റ കറി മതി കേട്ടോ നമുക്ക് ചോറുണ്ണാനായിട്ട്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അരയ്ക്കുന്ന സമയത്ത് അത് ഒഴിവാക്കാമേ. അപ്പോൾ മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കും.